ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ ആകെ 28 ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ അവകാശരേഖകൾ ലഭ്യമല്ലാതിരുന്ന 6 പേർക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്ബുക്ക് എന്നീ അടിയന്തര രേഖകൾ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തൊഴിൽ കാർഡ് ഇല്ലാതിരുന്ന എല്ലാ EPP ഗുണഭോക്താക്കൾക്ക് MGNRGS മുഖേന തൊഴിൽ കാർഡ് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വീട് മെയിൻ്റനൻസിൻ്റെ ആനുകൂല്യം ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഗുണഭോക്താവിന് മെയിൻ്റനൻസ് ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാതിരുന്ന സെബീന എന്ന ഗുണഭോക്താവിന് ലൈഫ് മിഷന്റെ ആഭിമുഖ്യത്തിൽ 4 ലക്ഷം രൂപ ആനുകൂല്യത്തോടുകൂടി വീട് നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ സെബീന ഉൾപ്പെടുന്ന മറ്റ് 4 ഗുണഭോക്താക്കൾക്കായി കുടുംബശ്രീ മിഷന്റെ ഉജ്ജീവനം പദ്ധതി മുഖേന ആടും ആട്ടിൻകൂടും കോഴിയും കോഴിക്കോടും നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ EPP വിഭാഗത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ്. അത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും എൻ്റെ 3 മക്കളും സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നു. ലൈഫ് ഭവന പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആട്ടിൻകൂടാണിത്. ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്തിൽ EPEP ഗുണഭോക്താക്കളായി 28 പേർ ഉണ്ടായിരുന്നു. 6 പേർക്ക് അവകാശ രേഖകളും സബീന എന്ന ഗുണഭോക്താവിന് ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾക്ക് വീട് നൽകുവാനും സാധിച്ചു. കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ഗുണഭോക്താവിന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ കോഴിയും കോഴിക്കോടും അതോടൊപ്പം തന്നെ ആടും ആട്ടിൻകൂടും നൽകുവാനായി സാധിച്ചിട്ടുണ്ട്. നവംബർ 1 ആകുമ്പോൾ EPEP പദ്ധതിയിലൂടെ നമ്മുടെ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്തമാക്കുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പുകൂടി നൽകുന്നു.